അങ്ങനെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കരൂർ ഇന്നലെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. 10,000 പേരുടെ സമ്മേളനമായിരുന്നു. പക്ഷേ അത് 50,000 പേരിലേക്ക് എത്തി. അദ്ദേഹം വേറെ സ്ഥലമൊക്കെ ചോദിച്ചാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥലത്ത് വരേണ്ടി വരികയും അവിടെ മരണം നടക്കുകയും ചെയ്തു. അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തു പറയുന്നു? ചർച്ച ചെയ്യപ്പെടുകയാണെന്ന് മാത്രമല്ല, ചർച്ച ചെയ്യപ്പെടുന്നതിൽ വിജയിനെ താറടിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കൂടുതൽ പറയുന്നത്. കാരണം ഏതൊരു ചാനൽ നിങ്ങൾ എടുത്തു വയ്ക്കാലും എല്ലാവരും വിജയനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യാണ്. നിങ്ങൾ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏത് ചാനലും അങ്ങനെ പറയുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ ന്യൂസിന് ഒരു വാല്യൂ. എന്താണ് അവർ പറയുന്നത്? കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ചാനലുകൾക്ക് കുറ്റം പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് വേറെ വശമാണ്. ഓരോ ചാനലുകൾക്കും അവർ ഈ വിജയുടെ വിഷയം വരുമ്പോൾ കുറ്റം പറയുക എന്നുള്ള രീതിയിൽ പോസ്റ്ററുകളും വീഡിയോസുകളും എല്ലാം ഇറങ്ങുമ്പോൾ, കാരണം ബാംഗ്ലൂർ ഇതിൽ സമാനമായിട്ടുള്ള ഒരു മരണം ഒരെണ്ണോ ബാംഗ്ലൂർ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഭയങ്കര RCB ജയിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം മെസ്സി വരാൻ പോകുന്നു കേരളത്തിൽ. ഇപ്പം നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ വരാൻ പോകുന്നുണ്ട്. ഇതിനേക്കാളും വലിയ ക്രൗഡാണ് മെസ്സി വരുന്ന സമയത്ത് കൊച്ചിയിൽ അല്ലെങ്കിൽ എവിടെ വരാൻ പോകുന്ന സമയത്ത് അത്രയ്ക്ക് ക്രൗഡായിരിക്കും. കാരണം മെസ്സി എന്ന് പറഞ്ഞാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഇതായിരിക്കാം. ചില പല സ്ഥലങ്ങളിൽ കളി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ പറയുന്ന പോലെ ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൊച്ചിയിലും ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പിന്നെ നേരെ വിജയുടെ കേസിലേക്ക് വരാം. വിജയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് ഒരിക്കലും വിജയുടെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചർച്ചകളിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഹെഡിങ് എപ്പോഴും കൊടുക്കുമ്പോഴും പോസ്റ്റ് എപ്പോഴും കൊടുക്കുമ്പോഴും വിജയ് കാരണം സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആണ് പോസ്റ്റുകൾ കൊടുക്കുന്നത്. അത് മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം റീച്ച് ഉണ്ടാവുള്ളൂ. വിജയ് കാരണം സംഭവിച്ചു ഓക്കെ അങ്ങനെ പറഞ്ഞത്. കാരണം വിജയ് അവിടെ ഒരു സമ്മേളനം വിളിച്ചതുകൊണ്ടാണ് ആ ഒരു മരണം സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ശരിയാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10,000 പേര്, അതായത് എപ്പോഴും ഞാൻ സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന ഇലക്ഷൻ നടന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുള്ള ആളായിരുന്നു. ആ സമയത്ത് അവിടെ നടന്നുകൊണ്ടിരുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷി വന്ന് ഒരു MLA ഒക്കെ വന്ന് അണികളായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ വരിക. പക്ഷെ സുരേഷ് ഗോപി വന്നിരുന്ന സമയത്ത് അവിടെ വന്നിരുന്ന വെച്ചാൽ ഒരുപാട് ഈ സുരേഷ് ഗോപി സെലിബ്രിറ്റി കൂടിയാണ്, ഒരു നടൻ കൂടിയാണ്. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് 1000 പേര് വരേണ്ടടുത്ത് 5,000-10,000 ആൾക്കാർ കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തൃശ്ശൂർ ഉള്ള സമയത്ത് ഞാൻ ഇലക്ഷന് പോയിരുന്നതാണ്. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സെലിബ്രിറ്റികൾ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ പറയുന്നുണ്ട് 4 മണിക്ക് വരാമെന്ന് വിജയോ, 5 മണിക്ക് വരാമെന്ന് വിജയോ, 7 മണിയായി എത്തി 5 മണിക്കൂർ എന്തോ വൈകിയാണ് വിജയ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കാണാനുള്ള ആളുകൾ വന്ന് വിജയ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ഏത് സെലിബ്രിറ്റി ആയാലും വന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് വന്നില്ല, ഇപ്പോൾ ഒരു വെയിറ്റ് ചെയ്യാൻ അതൊരു സ്വാഭാവികം. നമ്മൾ ചില പരിപാടികൾ ഓഡിയോ ലോഞ്ചിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ 6 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാലും അവിടെ ക്രൗഡ് ആയോ എന്ന് നോക്കിയിട്ടാണ് ഈ പറയുന്ന സെലിബ്രിറ്റീസ് വരാറുള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ പരിപാടിയാണ്. വിജയ് ഒരു സിനിമ നടനായിട്ടല്ല വരുന്നത്, ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ക്രൗഡ് കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാവാൻ ചാൻസ് വളരെ കുറവാണ് അല്ലേ? അതെന്താണ് അങ്ങനെ പറയാൻ കാരണം ഒരിക്കലും പോലും ഈ പറയുന്ന പോലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നയിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് ടീമായിരിക്കും. എന്തായാലും നടക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് വിജയ് 5 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് വൈകി വരുന്നോറും ആളുകൾ വന്നോ പോയില്ല. അപ്പൊ നമ്മൾ വിജയ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ പോയിട്ടില്ലല്ലോ. അപ്പൊ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മാക്സിമം ആളുകൾ കൂടും. മാക്സിമം ആളുകൾ കൂടുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റിംഗിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് വളരെയധികം ദയനീയമാണ്. പക്ഷെ വിജയ് കരുതിക്കൂട്ടി ചെയ്ത സംഭവമാണോ? പക്ഷെ അല്ലല്ലോ, വിജയ് കരുതിക്കൂട്ടി ചെയ്തതല്ല. പക്ഷെ ആ തമിഴ്നാട് ഗവൺമെന്റ് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പറയട്ടെ, കാരണം ഇതിനു മുമ്പ് നടന്ന മാനാട് നടന്നപ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളാണ് വിജയുടെ ആ ഒരു പരിപാടി കാണാൻ വന്നത്. അതിനു മുമ്പും പരിപാടികൾ നടത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വിജയുടെ മാനാട് അല്ലെങ്കിൽ സമ്മേളനങ്ങൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിക്കൂടെ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 50,000-60,000 ആളുകൾ വരും എന്ന് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് മനസ്സിലാവണം. ഇത്രയും പരിപാടികൾ നടത്തിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്ന സ്ഥലത്ത് പരിപാടി നടത്താൻ പെർമിഷൻ ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കാതെ, അവിടെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ നമുക്കറിയില്ല, അവിടെ പെർമിഷൻ കൊടുക്കാതെ ഇത്രയും ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊടുത്ത് അത്രയും ആളുകളോട് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഗവൺമെന്റിന്റെ ഒരു വീഴ്ചയല്ലേ?
ഇപ്പോൾ സ്വതവേ ഗവൺമെൻറ് വീഴ്ച എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അത് പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് അത് ഗവൺമെൻറ് വീഴ്ച എന്ന് പറയുമ്പോൾ അതിന് നമുക്കിപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് 5 മണിക്ക് വരാമെന്നുള്ള വിജയ് പല പല കാരണങ്ങൾ അതിലുണ്ട്. 5 മണിക്ക് വരാമെന്ന് വിജയ് 7 മണിയായെത്തിപ്പോൾ അല്ലെങ്കിൽ 4 മണിയായി 8 മണിയായെത്തിപ്പോൾ എന്ന് പറഞ്ഞ് 5 മണിക്കൂർ കഴിഞ്ഞെത്തുക, അവിടെ ആൾ കൂടുക എന്നുള്ള സംഭവം വരും. ഇതെല്ലാ കാര്യങ്ങളും നോക്കേണ്ടതാരാ? ഈ പറയുന്ന അണികളായാലും വിജയുടെ ഈ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ടീംസാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവന്റ് ആരാണ് കോർഡിനേറ്റ് ചെയ്ത് ആ കോർഡിനേറ്റ് ചെയ്ത ആളുകളാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്രസക്തമായിട്ട് കാര്യം ഇപ്പൊ നമ്മൾ ട്രോളായിട്ട് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് ഓൾറെഡി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ വാൻ ചോദിക്കുന്നത് എന്താണ് നമ്മൾ കൂടുന്നത്, ആംബുലൻസ് വന്ന വാനല്ല ആംബുലൻസ്. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ നടക്കുന്ന പരിപാടികൾ ഉള്ളപ്പോൾ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് ഇത്രയും ഉണ്ടാവും, സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. ഇതൊരു ആംബുലൻസ് വിജയ് തന്നെ കടന്നു പോട്ടെ എന്ന് പറയുകയൊക്കെ. അല്ല, വിജയ് പറഞ്ഞത് ആ ആംബുലൻസിൽ എന്താ നമ്മുടെ കൊടി എന്നാണ് ചോദിച്ചത്. ഈ എന്താ നമ്മുടെ കൊടി ആ ആംബുലൻസിൽ കൊള്ളാലോ, ആ ആംബുലൻസിന് വഴി കൊടുക്ക് എന്നുള്ള രീതിയിൽ മാസ സിനിമ ഡയലോഗ് രീതിയിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അപ്പൊ അതുപോലും എടുത്തിട്ട് അത് ട്രോളിന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്, അതുപോലും അത് അങ്ങനെ വിജയ് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് തൊലിക്കെട്ടി എന്താണെന്നുള്ള രീതിയിൽ ശരിക്കും ആ ഇത് കാണുന്ന സമയത്ത് വിജയ് അറിഞ്ഞിട്ടില്ലല്ലോ അത്രയും വലിയ ദുരന്തം നടന്ന്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, പുള്ളി അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും പക്ഷെ അതിനെ പോലും എടുത്ത് നെഗറ്റീവ് ആക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു അയ്യോ അത് വിജയ് അങ്ങനെയല്ല ചെയ്തത്, വിജയ് ഒരു പാവമായിരുന്നു, അല്ലെങ്കിൽ വിജയ് അങ്ങനെ ഉദ്ദേശിച്ചു, വിജയ് വിചാരിക്കോ 30 പേര് മരിക്കണം എന്ന് വിചാരിക്കോ, ആൾക്കാർ കൂടി ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കോ എന്നൊന്നും ആളുകളിലേക്ക് എത്തേണ്ട കാര്യമില്ല. വിജയ് ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ വിജയ്ക്ക് ആ സ്ഥാനത്തിനായി പിന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ന്യൂസ് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ എന്തായിരിക്കും അതിൽ കാര്യകാരണമൊന്നും ആളുകൾക്ക് അറിയണ്ട, ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായോ, അതുണ്ടായ കാരണക്കാരൻ പ്രമുഖനായിട്ടുള്ള ആരാണ്. ഇപ്പം ഏറ്റവും വലിയ ആളാണെങ്കിൽ ആളുടെ പേര് വരും. ആളുടെ പേര് വരുന്നത് എന്തിനാണ്? ആ ന്യൂസ് വാർത്താ പ്രാധാന്യം രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളതാണ്. രാഷ്ട്രീയം ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, അതെന്തായാലും വരില്ലേ. ഇപ്പൊ എന്തായാലും അതല്ലേ ന്യൂസ് വന്ന. അപ്പൊ അവര് പറഞ്ഞു ഇല്ല വിജയ് ഒരു എപ്പോഴും കോമ്പറ്റീഷനല്ല, രാഷ്ട്രീയം എന്നുള്ളത് കോമ്പറ്റീഷനുള്ള സാധനമാണ്. അപ്പൊ എന്തായാലും അതിൽ ഈ കാര്യങ്ങൾ വരാൻ ചാൻസ് 100% ഉറപ്പാണ്. അത് ഈ പറഞ്ഞ വീഴ്ച എന്തായാലും എതിർ പാർട്ടികൾ എടുത്ത് ഓൾറെഡി അത് ഉപയോഗിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വിജയ് ഒരിക്കലും രാഷ്ട്രീയം അറിയാവുന്ന ഒരാളായിട്ട് ഉപദേശകരുണ്ടാവുമായിരിക്കാം, പക്ഷേ അത് ഉപദേശകരുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾ കൂടിയാണ് വിജയ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് രാഷ്ട്രീയക്കാർ പുള്ളിയൊപ്പം ഉണ്ടാവും, ഉപദേശകരുണ്ടാവും, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യമായാലും ഇപ്പൊ അഭിനയമായാലും അത് എന്താണ് നമ്മൾ ഡെയിലി അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അതിൽ വരുന്ന പ്രശ്നങ്ങൾ, അഭിനയമാണെങ്കിലും അതിൽ വരുന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായി ഡെയിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിൽ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് അതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഏകദേശം മനസ്സിലാവും, ഏകദേശം. പക്ഷെ ഇത് പെട്ടെന്നൊരു കാര്യം ഇങ്ങനത്തെ ചതി വരുമ്പോൾ ഇവരടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഇങ്ങനെ കാര്യങ്ങളായിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായ കാര്യം, വിജയുടെ കാരണം ഇങ്ങനൊരു കുഴപ്പം, ഇങ്ങനൊരു പ്രശ്നം, ഇത്രയും പേര് ജീവൻ പോയി എന്ന് പറഞ്ഞൊരു കാര്യം വിജയുടെ ഈ പറയുന്ന എന്താ പറയുക രാഷ്ട്രീയത്തിലുള്ള പ്രവേശനം പോലും തടസ്സപ്പെടുത്താവുന്ന രീതിയിൽ എതിരാളികൾ അമ്പായിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം ഇത് തുടക്കം തന്നെ വിജയനെ വേണമെങ്കിൽ മത്സരിപ്പിക്കാതെ പോലും പിന്തിരിപ്പിക്കാനുള്ള ഒരു കാരണം എന്തായാലും. പക്ഷേ ഈ ഒരു വിഷയം വെച്ചിട്ട് അങ്ങനെ ചേരുന്നതാണ് പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം, അവിടെ പെർമിഷൻ കൊടുക്കരുതായിരുന്നു. ഈ നരഹത്യക്ക് കാരണം സ്റ്റാലിനായിട്ട് അതൊരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ നഗരസഭ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവരാണ് അതിന്റെ പെർമിഷൻ കൊടുക്കാൻ. മുഖ്യമന്ത്രിയുടെ നേരേക്ക് എടുത്ത് കാര്യമില്ലാന്ന് മുഖ്യമന്ത്രി അറിയാതിരിക്കും വിജയ് ഒരു പരിപാടി അവിടെ നടത്തുന്നത്. മുഖ്യമന്ത്രി അറിയാതിരിക്കാം, പക്ഷെ അവിടെ ഒരു പരിപാടി നടത്തുന്ന വെച്ചാൽ പുള്ളി അവിടുത്തെ പരിപാടി എത്ര പേര് വരും, 12 പേര് വരും, അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കും. എന്ത് ലോജിക്കില്ലായ്മയാണ് ഈ പറയുന്നത്? ലോജിക്കില്ലായ്മയുടെ അല്ല, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായിട്ട് പൊളിറ്റിക്സ് ഇതിനകത്തുണ്ടെന്ന്. വിജയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇപ്പൊ സ്റ്റാലിൻ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും വിജയനെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഒരു ഇത്രയും ചെറിയൊരു പരിപാടിയിൽ. ചിലപ്പോൾ സ്റ്റാലിൻ വിചാരിച്ചിട്ടില്ല മരിക്കും അല്ലെങ്കിൽ മരണം നടക്കുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു മുൻധാരണ ഉണ്ടായിരുന്നിരിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം
എന്ത് പ്രശ്നം അവിടെ ഉണ്ടാവുക, എന്ത് പ്രശ്നം ഉണ്ടാവുക അത് നമ്മുടെ കാര്യം അവിടെ നടക്കും. അല്ലെങ്കിൽ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഗൂഢാലോചനയുടെ പരമായിട്ട് അവിടെ ആളുകൾ എന്താ പറയുക ഇങ്ങനെ മരിച്ചുകൊള്ളണം, കുട്ടികൾ മരിക്കണം എന്നുള്ള കാര്യങ്ങൾ അതെങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയതല്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെടുത്ത് എന്തായാലും ഉപയോഗിക്കും. അതുമല്ല വിജയ് ഈ പ്രശ്നത്തിൽ വിജയ് മറുപടി പറയണമെന്ന് പറഞ്ഞ് എതിർ പാർട്ടികൾ ഇറങ്ങും. അതിന് ഉത്തരവാദിത്വം വിജയ് എടുക്കണമെന്ന് പറയും. വിജയും ശരി ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ തിക്കിലും തിരക്കിലും പെട്ട് കുറച്ച് ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാണ് അതിന്റെ ഹെഡ്ലൈൻ വരുന്നതെങ്കിൽ ഈ പറയുന്ന ന്യൂസിന് ഇത്ര വാല്യൂ ഇല്ല. അപ്പൊ എന്ത് പറ്റും? വിജയ് കാരണം അത് ആ ന്യൂസിന് റീച്ച് വരണമെങ്കിൽ ഇപ്പം നമ്മൾ ആരായാലും ഒരു തമ്പനയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ റീച്ച് വരാൻ വേണ്ടി എന്താ ചെയ്യുക? ഇതേപോലെ അപ്പം അതുകൊണ്ട് നമ്മൾ തമ്പനയിൽ ഉണ്ടാക്കുമ്പോൾ റീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കണ്ടന്റ് അതിൽ എഴുതി ഉണ്ടാക്കണം. അതിനുവേണ്ടി വിജയുടെ പേര് ഉപയോഗിച്ച് ന്യൂസ് ചാനലുകളായാലും എല്ലാവരായാലും അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള 100% ഉറപ്പാണ്. പക്ഷേ കുറെ ആളുകൾക്ക് അറിയാം, ആളുകൾ കൊടുക്കുക സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടും എന്നുള്ള കാര്യം. അല്ല ഇപ്പൊ അവിടെ കൂടിയ ഇതിൽ മൊത്തം വിജയുടെ പാർട്ടി ആവണമെന്നില്ല. ഈ പറയുന്ന DMK-യിലുള്ള വിജയ് ഫാൻസ് ഉണ്ടാവും, സിനിമാ നടൻ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ ഒരുപാട് നേരെ വിജയനായിരിക്കണമെന്നില്ല, വിജയ് അതായിരിക്കണമെന്നില്ലൊക്കെ പറയും. താങ്കൾ എന്താണ് ഇത്രയും വിജയനെ ഈ പറഞ്ഞ പോലെ? അല്ല ഞാനതല്ല പറയാം. ഇപ്പൊ വിജയുടെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്സ് ഇഷ്ടപ്പെട്ട് മാത്രം വിജയിനെ കാണാൻ വേണ്ടിട്ട് ശരിയാണ്. ഒരു സിനിമാ നടൻ ശരിയായിരിക്കും. കാരണം വിജയ് അങ്ങനെ ഒരുപാട് പുറത്തു പോകാത്ത ഒരാളും ശരി തന്നെയാണ്. വർഷത്തിൽ ഒരിക്കലും കാണുന്ന ചിലപ്പോ ആയിരിക്കാം. അത് ശരിയാണ്, താൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തില് ചിലപ്പോ രാഷ്ട്രീയം വേറെ വിജയുടെ പാർട്ടിയോട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ടാവും. വിജയനെ കാണണം, പിള്ളേരും കൊച്ചുങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും വിജയനെ കാണാൻ വേണ്ടിയിട്ട്. വിജയ് കണ്ടിട്ട് പിള്ളേർക്ക് ഭയങ്കര ആരാധന കുത്തി മക്കൾ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പോയിട്ടുണ്ടാവും. അതൊക്കെ ശരി തന്നെയാണ്. അത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് ചാനലിൽ ഈ പറഞ്ഞ ഇത് ഒരു തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്നു എന്ന രീതിയിൽ ഉപരിയായിട്ട് വിജയുടെ പേര് വെച്ച് തമിഴിൽ വെച്ച് കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവനും വിജയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നു? അല്ല വിജയുടെ ഭാഗത്ത് എങ്ങനെ തെറ്റുണ്ടാവുക? ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം വെച്ച് അനുമതി കിട്ടി, അവിടെ പ്രോഗ്രാം വെച്ചു, അതിൽ വിജയനെ കാണാൻ വേണ്ടി ആളുകൾ വന്നു. പറയുന്നത് 5 മണിക്കൂർ വൈകിയാണ് 5 മണിക്കൂർ. ഏത് സെലിബ്രിറ്റികളാണ് പറഞ്ഞ സമയത്ത്, ഏത് രാഷ്ട്രീയക്കാരാണ് പറഞ്ഞ മണിക്കൂർ 2 മണിക്കൂറൊക്കെ വൈകുന്നത് ഒക്കെ സ്വാഭാവികമായിട്ട് വൈകും. പക്ഷെ 5 മണിക്കൂർ മനഃപൂർവ്വം ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ PR വർക്കിന്റെ ഒരു ഇതിൽ തിരക്ക് കൂടാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അപ്പോഴാണ് മനഃപൂർവ്വം നരഹത്യ എന്നുള്ള രീതിയിൽ വരുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അരമണിക്കൂർ വൈകാം, ശരിയാണ്, ചിലപ്പോൾ 1 മണിക്കൂറും വൈകാം. വിജയുടെ പാർട്ടി പ്രവർത്തനമായിരിക്കാം അവിടെ ഉണ്ടായത്. പക്ഷേ വിജയ് ഒരു സിനിമ നടനും കൂടിയാണ്. ലാസ്റ്റായിട്ട് ഒരു സിനിമ ഇറങ്ങുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഡബ് ചെയ്യാനോ എന്തെങ്കിലും കാര്യത്തിന് സിനിമയുടെ പ്രോഗ്രാമിന് വേണ്ടി നിന്നാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് മുമ്പ് ചിലപ്പോൾ വേറെ മുമ്പ് വേറെ പരിപാടികൾ വേറെ ആരെങ്കിലും കാണാനുണ്ടായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ അത്രയും ജനങ്ങളോട് കാത്തു നിൽക്കുമ്പോൾ ഇത്രയും ലേറ്റ് ആവുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സിനിമ നടൻ, ഞാൻ സുരേഷ് ഗോപിയുടെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു സിനിമ എന്ന നിലയിൽ പല പ്രോഗ്രാമുകളും വരുന്ന സമയത്ത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ നോക്കേണ്ട സുരേഷ് ഗോപിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ കൂടും. അതായത് ഇപ്പൊ BJP-യിൽ സപ്പോർട്ട് അല്ലാത്ത ആളുകൾ പോലും സുരേഷ് ഗോപിനെ പറഞ്ഞ പോലെ BJP എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ വന്ന കാര്യങ്ങളാണ്. സുരേഷ് ഗോപി ഓൾറെഡി ആ വരുന്ന സമയത്ത് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ കൂടിയത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ. അതുപോലെ അപ്പൊ അത് രാഷ്ട്രീയപരമായിട്ടല്ല, ഒരു താരത്തെ കാണാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് ആളുകൾ തൃശ്ശൂര് പല സ്ഥലങ്ങളിലും ചെറിയ പല കോളനികൾ, അതുപോലെ തന്നെ പല ജംഗ്ഷനുകൾ, അതുപോലെ ഗ്രാമങ്ങളിൽ ഇതിലൊക്കെ പോയ സമയത്ത് നമ്മൾ MP ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൻ്റെ മിക്ക ജില്ലകളിലും പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഈ പറയുന്ന. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മെസ്സി കേരളത്തിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. വിജയ് തമിഴ്നാട്ടിൽ നടന്നത് കേരളം കണ്ട് പഠിച്ച് മനസ്സിലാക്കി എങ്ങനെ തിരക്ക് കൺട്രോൾ കൊച്ചിയിലാണ് വരുന്നത് മെസ്സി കൊച്ചിയിലാണ് വരുന്നതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ജാഗ്രത എന്തായാലും കൊച്ചിക്ക് വേണ്ടി വരും. വിജയുടെ ഈ പറയുന്നത് നമുക്കൊരു മുന്നറിയിപ്പ് അതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ RCBയുടെ വിജയാഘോഷം നമുക്കൊരു മുന്നറിയിപ്പായിരുന്നു. ഇതും ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കാണണം. വിജയനെ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ തമിഴ്നാടിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമായിട്ട്, അത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പൊളിറ്റിക്സ് എന്തായാലും ഉണ്ടായിരിക്കും, ഉണ്ടാവാതിരിക്കുന്നില്ലല്ലോ, ഉറപ്പായിട്ടുണ്ടായിരുന്നു. പല പാർട്ടികളും ഫണ്ട് ചെയ്തിട്ട് ചെയ്തതായിട്ടും അതൊക്കെ ശരിയാവും. വിജയനെ മാത്രം വിജയനെ കുറ്റം പറഞ്ഞ വിജയ് ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. പക്ഷെ വിജയ് എന്തുകൊണ്ട് 5 മണിക്കൂർ വൈകി, അതുകൊണ്ടാണ് ഇത്ര ആളുകൾ കൂടുന്ന ഒരു കാരണം, അത് ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതെന്തായാലും വിജയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി എന്തുകൊണ്ട് ഒരു കാരണം എല്ലാവർക്കും വിശ്വസ്തമായ കാരണം പറയേണ്ടി വരികയായിരിക്കാം. അതിന് പുള്ളി എക്സ്പ്ലനേഷൻ. പക്ഷെ 5 മണിക്കൂർ വൈകിയത് ഒരു സെലിബ്രിറ്റിനെ സംബന്ധിച്ച് ശരിക്കും
ആണ് ഇത്ര ആളുകൾ കാത്തുനിൽക്കുമ്പോൾ ഒരു പൊതുചടങ്ങിന് വരുമ്പോൾ അത് തെറ്റായിട്ടൊരു കാര്യം ഇവന്റ് അല്ലല്ലോ, പൊളിറ്റിക്കൽ പരിപാടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും സമയം പാലിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് നോക്കാം, കാരണം വരും ദിവസങ്ങൾ ഇനിയിപ്പോ എന്തായാലും വിജയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.